ചർച്ച ചെയ്യുന്ന സംസാരിക്കാം. സിനിമയെക്കുറിച്ച് പുതിയ കാര്യങ്ങളുണ്ട്, പഴയ കാര്യങ്ങളുണ്ട്. എന്ത് ചർച്ച ചെയ്യുന്നതിനെ കുറിച്ച്? സിനിമയെ പറ്റിയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളും നേരത്തെ ഇറങ്ങിക്കൊണ്ടിരുന്ന സിനിമകളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നേരത്തെ ഇറങ്ങിയ സിനിമകളിൽ കോമഡി എന്ന് പറഞ്ഞാൽ ഇച്ചിരി റിയലിസ്റ്റിക് ആയിരുന്നു. പിന്നെ നമുക്ക് എപ്പോഴും ചിരിക്കാനുള്ളത് ഒത്തിരി ഉണ്ടായിരുന്നു, ഓർത്തോർത്ത് ഇരിക്കാനുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ആണെങ്കിൽ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ആണെങ്കിൽ ഇച്ചിരി കുറച്ച് ഡബിളായിട്ടുള്ളത്, കുറച്ച് മീനിങ്ങും, പിന്നെ നമുക്ക് ഈ ഫാമിലി ആയിട്ടൊന്നും ഇരുന്ന് കാണാൻ പറ്റിയ ടൈപ്പുള്ള കോമഡികളൊക്കെയാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അത് ശരിയാ. പണ്ട് പ്രിയദർശന്റെ ആ സമയത്ത് പ്രിയദർശൻ ചെയ്തു വെച്ച കുറെ കോമഡീസ് ഉണ്ട്. അതൊന്നും ഇപ്പൊ ഇല്ല. നാച്ചുറാലിറ്റി ഇപ്പൊ ഇല്ല. അത് എന്തുകൊണ്ടാവാന്ന് നീ കരുതുന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അതെന്ന് പറഞ്ഞാല് അന്നുള്ള ടൈപ്പുള്ളൊരു ആക്ടേഴ്സ് ഇപ്പം ഇല്ലല്ലോ. അവർ ഭയങ്കര ഒത്തിരി എന്നാ പറയുന്നത്, ഒത്തിരി മറ്റേ നാച്ചുറലായിട്ട് ചെയ്യുകയും ചെയ്യും. അത് മാത്രമല്ല എല്ലാവരും നല്ല ഇതുമാണ്, ആക്ടിങ്ങുമാണ്. ഇപ്പോഴത്തെ ആക്ടിങ് ഉള്ളൊരു ഇപ്പോൾ ആക്ടിങ് ഇല്ലല്ലോ. പണ്ടത്തെ ആക്ടേഴ്സ് ഇപ്പോഴും കുറവാണ്. അതുപോലത്തെ ലെജൻഡറി ആക്ടേഴ്സ് ഇപ്പോൾ അതുമല്ല. പ്രിയദർശന്റെ ടൈമില്, ആ ടൈമില് പ്രിയദർശൻ മാത്രമല്ല, പക്ഷെ അങ്ങനത്തെ നിറയെ പേരുണ്ടായിരുന്നു. നമ്മളെ CD മൂസയൊക്കെ ആ ടൈപ്പുള്ള ഒരു സ്ക്രിപ്റ്റ് എടുക്കുന്നത് ഡയറക്ടേഴ്സ് കുറവാണ്. അതുപോലത്തെ സ്ക്രിപ്റ്റുകൾ കുറവാണ്. എന്റർടൈൻമെന്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഇപ്പൊ ഇറക്കിയാൽ അങ്ങനെ ആ ഒരു അന്നത്തെ ആ സാധനം ഇപ്പൊ കിട്ടത്തില്ല. അന്നത്തെ ടൈമിൽ ആ നാച്ചുറൽ കോമഡീസ് ആണ്. അങ്ങനത്തെ സാധനങ്ങൾ ഇല്ല സത്യം പറഞ്ഞാൽ. ഇപ്പൊ ചുമ്മാ പേരിന്റെ ഒരു കോമഡി, അതുപോലെ മാക്സിമം എല്ലാം ഡബിൾ മീനിങ് കോമഡീസ്. അച്ഛനായിട്ടോ നമ്മുടെ അമ്മയായിട്ടൊന്നും ഇരുന്നൊന്നും ഇപ്പോഴത്തെ സിനിമ ഒന്നും കാണാനേ ഇല്ല. അത് ആ സിനിമയൊക്കെ ആണെങ്കിൽ എത്ര വട്ടം വരുന്നത്, എത്ര നാളുകളിലിരുന്ന് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അതുപോലത്തെ കോമഡി മെയിനായിട്ട് കിഡ്സിനൊക്കെ കാണാൻ പറ്റിയ സാധനങ്ങളാണ്. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. അങ്ങനെ ഇപ്പോഴത്തെ അങ്ങനെ ഒരു സാധനങ്ങൾ വരുന്നേ ഇല്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ അപ്പോഴത്തെ ഒരു കോംബോ ഇപ്പോഴും ഇല്ലാത്തത് കൊണ്ടായിരിക്കും. കാരണം അപ്പോഴത്തെന്ന് വെച്ചാൽ പ്രിയദർശൻ, ലാലേട്ടൻ, അവർ കോമഡി ആക്ടേഴ്സ് ആയിട്ടുള്ള നമ്മളെ ജഗദീഷ്, ഇവരൊക്കെ ചേരുമ്പോഴത്തേക്കും വർക്കൗട്ട് ആവുന്ന ഒരു കോമഡി ഉണ്ട്. ആ രീതിയിലുള്ള സാധനമൊന്നും ഇപ്പൊ വരുന്നില്ല. അങ്ങനത്തെ ഒരു ലെജൻഡറി കോംബോ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴത്തെ ഇപ്പോഴും അങ്ങനത്തെ കോമഡി ആക്ടേഴ്സ് കുറവാണ്. അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. അന്നെന്ന് പറഞ്ഞാൽ മറ്റേ KPSC പോലുള്ള മറ്റേ സാമഗ്രികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അന്ന് മറ്റേ എല്ലാവരും മറ്റേ സിനിമ വന്നത് മറ്റേ KPSC അങ്ങനത്തെ ഒരു സമിതികളിൽ കൂടെ മറ്റേ സിനിമ വന്നവരാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം എന്ന് പറയുക ഒരു ഓഡിഷൻ വെക്കുന്നു, അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. ചുമ്മാ ഒന്ന് കയറിയിട്ട് എന്തെങ്കിലും കാണിച്ചിട്ട് വല്ല കാര്യമുണ്ട്. ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴത്തെ ആക്ടേഴ്സിന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴത്തെ നിറയെ ടാലന്റഡ് ആയിട്ടുള്ളവരുണ്ട്, ഇല്ലെന്നല്ല, കോമഡിയൻസും ഉണ്ട്, അല്ലാത്ത നമ്മളെ ലെജൻഡറി ആക്ടേഴ്സും ഇപ്പോഴും ഉണ്ട്. എന്നിരുന്നാലും അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് വരാത്തതും അങ്ങനത്തെ ഒരു ഡയറക്ടേഴ്സ് ഇല്ലാത്തതും ആയിരിക്കാം. കാരണം ഇപ്പോഴും നമ്മളെ പ്രിയദർശൻ ഇപ്പോഴും ഉണ്ട്. എന്നിട്ടും പുള്ളി അപ്പോഴും ചെയ്ത ടൈപ്പ് ഒരു കോമഡിയോ അങ്ങനത്തെ സ്ക്രിപ്റ്റോ ഇപ്പോഴും എടുക്കുന്നില്ല. ഇപ്പോഴും പുള്ളി എന്താണ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള സാധനങ്ങളെ പുള്ളി ട്രൈ ചെയ്യുന്നത്. അയാളിപ്പോ ലാസ്റ്റ് ചെയ്തത് കൊറോണ പേപ്പേഴ്സ് എന്ന് പറഞ്ഞ സിനിമ, അതിൽ കോമഡി സീൻസേ ഇല്ല. ഉള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ മൂഡ് പോലെയൊക്കെയാണ് പോകുന്നത്. ആ സിനിമ നമ്മൾ പ്രിയദർശന്റെ ആ സാധനങ്ങൾ ചെയ്യുക ഏത് നമുക്കൊരു ഇത് വരും. അതുപോലത്തെ ഒരു സംഭവമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും കോമഡി ഒന്നും ആർക്കും വലിയ ഇതില്ലല്ലോ. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും മറ്റേ റീൽസ് വെച്ച് എല്ലാവരും ഇത് മറ്റൊരു ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. പിന്നെ അവർക്ക് കോമഡി പോയിട്ടൊന്ന് ചിരിക്കാൻ പോലും അവർക്ക് സമയമില്ല അല്ലേ? അത് ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴത്തെ ജനറേഷനിൽ നിറയെ ഡയറക്ടേഴ്സ് പുതിയതായിട്ട് വന്നിരുന്നാലും, പക്ഷെ എന്നിരുന്നാലും അവര് ചെയ്യുന്ന ഒരു ഇപ്പൊ 2-3 കോമഡി സിനിമകൾ തന്നെ വരുന്നുള്ളൂ. കോമഡി റീസെന്റ് ഹലോ മമ്മി എന്ന് പറഞ്ഞൊരു സിനിമ അതില് കോമഡീസ് ഉണ്ടെന്ന് കേട്ടു. എങ്ങനെയാണെന്നോ അതെങ്ങനെയാണ് വർക്കായിട്ടുണ്ടെന്നോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും
റെയറാണ്. കോമഡി സിനിമാസ് വരുന്ന റെയറാണ്. ഇപ്പൊ കൂടുതൽ ആക്ഷൻ ത്രില്ലർ, ആക്ഷൻ, അങ്ങനത്തെ സാധനങ്ങൾ വരുന്നുണ്ട്. അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാരും കാത്തിരിക്കുന്നത് പഴയ രീതിയിലുള്ള ഒരു കോമഡി ഫിലിം ഇറങ്ങാനാണ് എല്ലാവരും ഇപ്പം നോക്കിയിരിക്കുന്നത്. പക്ഷെ അന്നത്തെ പോലുള്ള ആക്ടേഴ്സ് ഇപ്പം ഇല്ലല്ലോ. പക്ഷേ എനിക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തിലുണ്ടായ ഒരു സംഭവം ഉണ്ട്. അതായത് അപ്പോഴത്തെ കാലത്തിൽ ഈ ടൈപ്പ് കോമഡീസ് ഒക്കെ വർക്കാവും. അതായത് ആ ടൈം എന്ന് വെച്ചാൽ ഒരു വേറെ ടൈമാണ്. 90s കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ടൈപ്പ് ഓഫ് കോമഡീസ് വർക്കായി എന്ന് വേണമെങ്കിൽ പറയാം. ആ സാധനമൊക്കെ ഇപ്പോഴും ഒന്ന് ചെയ്താൽ ചിലപ്പോൾ ക്രിഞ്ച് എന്ന് പറയും. അതുകൊണ്ടായിരിക്കാന്ന് എനിക്കും അങ്ങനെയും തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ അതുകൊണ്ടായിരിക്കും ചിലപ്പോ എന്താണ് ഇപ്പൊ ഇനി അങ്ങനെ ഒരു സാധനം ഇറക്കി എന്ന് വെച്ചോ. ഇപ്പൊ CID ന്യൂസ് തന്നെ അത് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴാണ് ഇറങ്ങിയതെങ്കിൽ ഇതെങ്ങനെ വർക്കൗട്ടായി, ഇതെങ്ങനെ അവര്, അതായത് എല്ലാരും ഒരു സയൻസ് രീതിയിലൊക്കെ കാണത്തുള്ളൂ. ഇതില് ഇത് കുറവാണ്, ലോജിക് ഇല്ല സിനിമയില്, അങ്ങനെയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫെയിൽ ആവേണ്ട ചാൻസുകൾ നിറയുണ്ട്. കാരണം ഇത്രയും കോടി മുറക്കി ഒരു സിനിമ ചെയ്തിട്ട് അവര് എന്തായാലും നഷ്ടം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് കൊണ്ടായിരിക്കാം അവരെന്താണ് അങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റിലോട്ട് വീണ്ടും പോകാത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു കോമഡി അപ്പോഴും വർക്കൗട്ട് ചെയ്യും. പക്ഷെ നമുക്കത് ഇപ്പോഴും എന്താണ് നൈസായിട്ട് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും അങ്ങനത്തെ സാധനം ഇപ്പൊ ഇറങ്ങുമ്പോഴത്തേക്കും ക്രിഞ്ചാണ്, ലോജിക് ഇല്ലെന്ന് പറഞ്ഞ് ചിലപ്പോ ഫെയിൽ ആയാലും. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചിലപ്പോ സ്ക്രിപ്റ്റുകൾ കാണൂടാ, എന്നാലും പക്ഷെ അങ്ങനെ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു എന്താണ് മൈൻഡ് സെറ്റ് ചിലപ്പോൾ അവർക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ടായിരിക്കാം തോന്നുന്നു. കാരണം ഇപ്പോഴും നിറയെ ഒരു നീ പറഞ്ഞ പോലെ റീൽസ് ഒക്കെ കണ്ടിരുന്ന അതിന്റെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു. കാരണം അപ്പോഴത്തെ കോമഡി എന്ന് പറഞ്ഞ ഒരു ലെങ്തി സാധനങ്ങളാണ്. അല്ല നമ്മുടെ ക്ഷമയും കുറഞ്ഞു. ക്ഷമയില്ലല്ലോ പെട്ടെന്ന് പോകല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ് ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു കോമഡി ഫുൾ ടൈം കണ്ടിരിക്കാനുള്ള ഒരു സാധനം ചിലപ്പോ കാണത്തില്ല. അടുത്ത് എന്തെന്നൊരു ത്രില്ലടിപ്പിക്കുന്ന സാധനം. റീൽസും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരു കാണാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ സിനിമ കണ്ടു കഴിയുമ്പോ അടുത്ത സീൻ എന്താവും ഉള്ളിലൊരു ക്യൂരിയോസിറ്റി വരും. അതൊക്കെ കുറഞ്ഞിരിക്കേണ്ട ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അവരും എന്താണ് ഇത്ര കോടി മുടക്കി ചിലപ്പോ നഷ്ടപ്പെട്ടാലോ എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു ഇതിനും മുതിരാതെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴത്തെ ഇറങ്ങുന്ന സിനിമ ബോറെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബോറൊന്നും അങ്ങനത്തെ മേക്കിംഗ് ഒക്കെ അടിപൊളി. പണ്ടത്തെ എഡിറ്റിംഗ് എല്ലാം അടിപൊളിയാണ് എല്ലാം. പക്ഷെ അന്നത്തെ പോലെ ആ ഒരു ഇതാണ് റിപ്പീറ്റ് വാല്യൂ ഇന്നത്തെ പടത്തിനില്ല. നമ്മളിപ്പോ കൂടി പോയി 2-3 പ്രാവശ്യം ഒരു സിനിമ ആണ്. അല്ല ഈ അടുത്ത് ഇറങ്ങിയ റിപ്പീറ്റ് വാല്യൂ എനിക്ക് തോന്നി ഒരു 2 countries എന്ന് പറയുന്നത്. 2 countries അത് നമ്മൾ പഴയ ആ ഒരു സംഭവത്തിന്റെ അതേ സാധനം ഇപ്പോഴും കിട്ടിയിട്ടുണ്ട്. വേണമെന്ന് വെച്ചാൽ കിട്ടും. പക്ഷെ അതിനുവേണ്ടി അതാണ്. പക്ഷെ അതാണ് ഇപ്പോഴും റെയറാണ്. രണ്ടും ഇടയ്ക്ക് 1-2 സിനിമകൾ വരുന്നതല്ലാതെ വേറെ ഒരു സിനിമകളും വരുന്നില്ല. ഞാൻ 2015 ഞാൻ ആ സിനിമ ഞാൻ കണ്ടായിരുന്നു, തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ടൊന്ന് ശരിക്കും ചിരിച്ചത് ഇത് കണ്ടപ്പോഴാണ്. ഈ 2 countries കണ്ടപ്പോൾ ശരിക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒത്തിരി സിനിമയൊക്കെ കണ്ടായിരുന്നു. പക്ഷെ കോമഡി വർക്കൗട്ടായിട്ട് എനിക്ക് വർക്കൗട്ടായില്ല. ഇതെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് ലാസ്റ്റ് കോമഡി ഇതായിട്ടൊക്കെ പോവുക. അതാണ് അങ്ങനത്തെ ഒരു സിനിമകളൊന്നും ഇപ്പൊ കുറവാണ്. ഫാമിലി എന്റർടൈനർ എന്ന രീതിയിൽ ആൾക്കാരെ ചിരിപ്പിച്ചുകൊണ്ട് പിടിച്ചിരുത്താനുള്ള സാധനങ്ങൾ ഇപ്പോഴെന്ന് വെച്ചാൽ സിനിമകൾ കാണും, അതിന്റെ ഇടയിൽ 1-2 കോമഡി സീനുകൾ വയ്ക്കും, ചുമ്മാ നിർത്താൻ അങ്ങനെ ആ ഒരു രീതിയിൽ ബാക്കി ഫുള്ള് സീരിയസ് ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു. സോ അതൊക്കെ എന്താണ് ഒരു എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നമ്മളിത് കണ്ട് നമ്മളങ്ങ് ഇതായി പോയി, അടുത്തെന്ന് കൂടെ പറയാം. പക്ഷെ ഒരു കോമഡി വേണം, എന്തെങ്കിലും ഒരു അല്ലേ, ഒരു ക്ലാസ് ആയാലും ഒരു കോമഡി വേണം, എന്നാലല്ലേ നമുക്ക് ഇരിക്കാനുള്ള ഇത് വരത്തുള്ളൂ. അത് ശരിയാണ്. എന്നിരുന്നാലും ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ആ പണ്ട് ആ ഒരു ആന്റിക് സാധനങ്ങളില്ലേ, അതിന്റെ അടുത്ത് ഇപ്പോഴത്തെ ആ ഒരു കോമഡി ലെവൽ ഒന്നും അതിന്റെ വാല കെട്ടാൻ പോലും ഉള്ള ഒരു അർഹതയില്ല ഇപ്പൊ. അങ്ങനത്തെ സിനിമകളാണ് ഇപ്പോഴത്തെ കോമഡീസ്. സിനിമകളല്ലേ, ഇപ്പോഴത്തെ കോമഡീസ് അങ്ങനെയാണ്. പക്ഷെ
ഇപ്പോഴും ഇറങ്ങുന്നതിലെന്ന് വെച്ചാൽ ഇപ്പോ റീസെന്റ് ആട് 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 അതും നല്ലൊരു കോമഡിയാണ്. പക്ഷെ അതിലും ഇച്ചിരിയൊക്കെ 18+ വരും, കുറച്ച് ഭാഗമൊക്കെ ചായക്കടയിലെ സീനൊക്കെ. പക്ഷെ അത് ഒത്തിരി ഒന്നുമില്ല, കുറച്ച് 1-2 മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം നാച്ചുറൽ കോമഡി ഇട്ടിരിക്കുന്നത്. പക്ഷെ കാണുന്നവർക്ക് ഇതുള്ള വേണ്ടി ആയിരിക്കും കേട്ടത് ആയിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊക്കെ നിറയേർക്ക് അതൊക്കെയാണ് വർക്കൗട്ട് ആവുന്നുള്ളൊരു. കാരണം അവർക്ക് സിനിമകളെ ആളുകളെ പിടിച്ചിരുത്തണം. അവർക്ക് ആവശ്യം എന്ന് വെച്ചാൽ കുട്ടികളെ കയറുക അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ല. അവർക്ക് അതിൽ നിന്ന് എന്താ മാക്സിമം റവന്യൂ ഉണ്ടാക്കുക. അപ്പോൾ അതിനനുസരിച്ച് അഡൽസ് ആയിട്ടുള്ളവരെ പിടിച്ചിരുത്തുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് അവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് 18+ കുറച്ച് ഡബിൾ മീനിങ് സാധനങ്ങൾ ഇട്ടിരുന്നാലും കുറച്ച് മസാലയൊക്കെ വെച്ചിരുന്നാലും എന്താണ് ആൾക്കാര് കയറുമെന്ന് അറിയാം. മറ്റേ പടമല്ലേ CID പടമല്ലേ, ആ പടത്തിൽ 18+ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഒരു ചെറിയ സാധനം പോലും ഇല്ല, എല്ലാം നാച്ചുറൽ കോമഡി. ഇതിപ്പോ എന്താ പറയുക, ഇപ്പൊ ഒരു കൊച്ചു പിള്ളേരുടെ അടുത്ത് കാണിക്കുവാണെ പോലെ അവര് പറയും ഇങ്ങോട്ട് പറയും. അതുപോലെ റിപ്പീറ്റ് പോലെയാണ് അതിൽ ഓരോ സീനിനും ഓരോ ഡയലോഗിനല്ല. അതുപോലത്തെ കോമഡി ഇപ്പൊ ഇല്ല. അത് ശരിയാണ്. നീ അതുപോലത്തെ ചിലപ്പം ഏതെങ്കിലും ഡയറക്ടേഴ്സ് വരാം, എന്താണ് നീ നമുക്ക് ക്ലിയർ ആയിട്ട് ഇതേപോലെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാന്ന് പറഞ്ഞ ചിലപ്പോ. അല്ല, ഇനി 2 കൺട്രീസിന്റെ മറ്റേ ഇറങ്ങുന്നുണ്ടല്ലോ, 3 കൺട്രീസ് എന്ന് പറഞ്ഞ ഇറങ്ങുന്നുണ്ട്. അത് അടുത്ത വർഷം കണ്ട് അതിന്റെ പ്ലാനിങ് ആണ് കേട്ടത്. അപ്പോൾ അത് കോമഡി വേണം, ഒന്നുകൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. അതുപോലത്തെ കോമഡീസ് തിരിച്ചു വന്നാൽ അത് വളരെ നല്ലതാണ്. അത് സിനിമ ഇൻഡസ്ട്രിയുടെ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി സിനിമകൾ കുറവാണ്. വേറെ എടുത്തു നോക്കിയാലും ഗുരുവായൂരമ്പലം പക്ഷെ നിറയെ കോമഡീസ് എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ആ സിനിമ കൊണ്ട് ഒത്തിരി പേര് പറയും കുറച്ച് ക്രിഞ്ചായിട്ടുള്ള കുറെ സംഭവം ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ കണ്ട ക്രിഞ്ചായിട്ട് തോന്നിയില്ല. ഇനി ഇപ്പോഴത്തെ അന്നത്തെ പോലുള്ള ആൾക്കാരല്ലോ ഇപ്പൊ ഉള്ളത്. പുതിയ ആൾക്കാരൊക്കെ അതായത് ഓരോരുത്തര് കാഴ്ചപ്പാട് മാറി തുടങ്ങി. സിനിമ എന്ന് പറഞ്ഞാൽ ഫുള്ള് ചായക്കട ഉണ്ട്, പിന്നെ മറ്റേ സിറ്റി കാണിക്കും. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. അല്ല, ഇപ്പോഴത്തെ സിനിമയിൽ ചായക്കടയില്ല, പിന്നെ മറ്റേ അമ്പലത്തിലെ മറ്റേ ഈ കോലം തുള്ളുന്ന സംഭവമൊന്നുമില്ല, പിന്നെ മറ്റേ വെളിച്ചപ്പാടില്ല. ഏതെമ്പലത്തിലുണ്ട് ഇപ്പോൾ ഇല്ല. അതാണ് ആ സിനിമയും ഈ സിനിമ തമ്മിൽ വ്യത്യാസം. സിനിമയോടുള്ള നിറയെ കാഴ്ചപ്പാടുകൾ മാറി തുടങ്ങി. അപ്പോഴും നിറയെ കാര്യങ്ങൾ പുതിയതായിട്ട് എന്തുണ്ട് അങ്ങനെയൊക്കെ ജനങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും പഴയ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കും നിറയെ കണക്ട് ആകുന്നില്ല. അതാണ്. പക്ഷെ ക്രിഞ്ച് എന്ന് പറഞ്ഞിരുന്നാലും എന്ത് പറഞ്ഞാലും അപ്പോഴും ചെയ്തു വെച്ച സംഭവം എന്ന് വെച്ചാൽ അത് വേറെ സംഭവം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ മേക്കിംഗ് രീതിയിൽ ഒരു നിറയെ ഡെവലപ്മെന്റ് ഉണ്ട്, നിറയെ സംഭവങ്ങൾ കൊണ്ടുവന്നെങ്കിലും. പക്ഷെ എന്താണ്, പക്ഷെ എന്തുകൊണ്ടെന്നാലും പഴയ കാലം കിട്ടത്തില്ലല്ലോ. അത് ശരിയാണ്, തീർച്ചയായും. അങ്ങനെ ആ ഒരു സമയത്തുള്ള ഒരു സംഭവം ഒന്നും ഇപ്പോഴ് നമുക്ക് കിട്ടത്തുമില്ല. ആ ഒരു വൈബ് എന്ന് പറയുന്നത് അത് കുറവാണ് നമുക്ക്. എന്താണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിറയെ സംഭവങ്ങൾ പുതിയതായിട്ട് VFX കൊണ്ടുവരുന്നുണ്ട്, മേക്കിംഗ് രീതിയിൽ നിറയെ അഡ്വാൻസ് ആകുന്നുണ്ട്, പുതിയ ടെക്നോളജി കൊണ്ടുവരുന്നുണ്ടെന്നെങ്കിലും. ഇപ്പൊ ലാസ്റ്റ് വന്ന ഭീഷ്മ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഫൈറ്റ് സീൻ കണ്ടല്ലോ, മറ്റേ ഈ ക്യാമറ ഇങ്ങനെ വന്ന് അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഫൈറ്റ് സീനൊക്കെ കാണുന്നത്. പക്ഷെ ഒത്തിരി ടെക്നോളജി ആയിട്ട് ഒത്തിരി നമ്മുടെ സിനിമ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു എന്താ പറയുക, പഴയ അതില്ല, ആ ഒരു ഇത് വരുന്നില്ല. അതുപോലത്തെ ചിലപ്പോൾ അതുപോലത്തെ സ്ക്രിപ്റ്റിന്റെ അഭാവമായിരിക്കാം. കാരണം അപ്പോഴത്തെ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്റ്റോറി ഫ്ലോ ആണ്. ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അങ്ങനെ ഒരു കോമഡി വെച്ചാലും അത് വർക്കൗട്ട് ആവുന്നെങ്കിൽ ഇപ്പോഴത്തെ സ്ക്രിപ്റ്റുകൾ നീ മെയിൻ ആയിട്ട് നോക്കിക്കോ, അങ്ങനത്തെ ഒരു സ്റ്റോറി അല്ലേ, എല്ലാം. അപ്പോഴും അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു നാച്ചുറൽ കോമഡി വെച്ചാൽ അത് വർക്കൗട്ട് ആകാനുള്ള ചാൻസും കുറവാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഇറങ്ങുന്ന സിനിമയ്ക്കൊന്നും സ്ക്രിപ്റ്റിനകത്തൊന്നുമില്ല. ഈ ലാസ്റ്റ് ഇറങ്ങിയ പ്രേമലു എന്ന് പറയുന്ന ആ സിനിമ ഉണ്ടോ, സ്ക്രിപ്റ്റായിട്ടൊന്നുമില്ല. മറ്റേ സാധാരണക്കാരനായ ഒരുത്തൻ ഇവിടെ പോകുന്നു, ഓരോരുത്തരെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, ഉള്ള കുറേ പോകുന്നു. നമ്മൾ ഈ ടൈപ്പ് ഒത്തിരി നമ്മൾ കണ്ടതല്ലല്ലോ, കണ്ട സാധനങ്ങളല്ലേ. അതുപോലെ
ഞാൻ നോക്കിയിട്ട് ആ സാധനം ഒരു ക്രിഞ്ചെന്ന് പറയുന്ന സാധനം അല്ലേ ആണ് ക്രിഞ്ചി അല്ലേ. ചുമ്മാ ഇരിക്കുന്ന ഒരുത്തൻ ഇവിടുന്ന് ഒരുത്തൻ അങ്ങോട്ട് പോകുന്നു, അവിടെ ഒരു കാർന്ന് ഇഷ്ടപ്പെടുന്നു. അതൊക്കെ എപ്പോഴും നമ്മൾ കണ്ടത് തന്നെയല്ലേ, കണ്ടത് തന്നെ സെയിം സാധനം എത്ര സിനിമ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടത് സംഭവം തന്നെയാണ്. പക്ഷെ എന്തോ അത് ആ സിനിമയിൽ എന്തോ ഒരു പുതിയ സംഭവം അവർ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന്, അതുകൊണ്ടാണ് നിറയെ പേർക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് പേഴ്സണലി എനിക്കും അത് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിന്റെ കഥ എന്ന് പറഞ്ഞാൽ അല്ല ഓൾറെഡി ഉള്ള സാധനം. ഒത്തിരി സിനിമയിൽ പറയുന്നത് ഇപ്പോഴെന്താണ് പുതിയ കഥകൾ എന്ന് പറയാൻ വിരളമാണ്, കുറവാണ്. ഓൾറെഡി ഉള്ള സാധനത്തിന് നമുക്ക് ഇങ്ങനെ പുതുതായിട്ട് പറയാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ മോസ്റ്റ് ഓഫ് ദ കഥകളും. കിഷ്കിണ്ട കണ്ട അങ്ങനത്തെ ഒരു കഥകളാണ്, നല്ല കഥയായിരുന്നു. പക്ഷെ അതെന്താണ് ഓൾറെഡി ഉള്ള കഥയാണ്. ഓൾറെഡി ഉള്ള കഥ അവരെങ്ങനെ പുതുതായിട്ട് പറഞ്ഞു എന്നതിലാണ് ആ സിനിമ വർക്ക്ഔട്ട് ആയത്. കഥ എല്ലാവരും ആ കഥ ഒരു എല്ലാ സ്ഥലത്തും പോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ആരും അതുപോലെ തന്നെ തമിഴില് മഹാരാജ, അതും ഓൾറെഡി ഉള്ള കഥ തന്നെയാണ്. അതിനെ എങ്ങനെ പുതുതായിട്ട് പറയാം. പിന്നെ ലാസ്റ്റ് ഇറങ്ങിയ മഞ്ഞുമ്മൽ, അതും നല്ലൊരു കഥയായിരുന്നു. അതൊരു വെറൈറ്റി സംഭവം തന്നെയാണ്, സർവൈവൽ ത്രില്ലർ. അത് ആടുജീവിതം, അതൊക്കെ അത് മേക്കിംഗ് വൈസ് അത്രയ്ക്ക് അങ്ങനെ ഒരു സാധനമായിരുന്നു. അതുകൊണ്ട് തന്നെ നിറയെ സിനിമകൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സർവൈവൽ ത്രില്ലർ എന്ന മലയും കുഞ്ഞ് കണ്ടായിരുന്നു, അതും ഒരു സർവൈവൽ. പക്ഷെ അത് ആർക്കും കണക്ട് ആയിട്ടില്ല. അല്ല, ആ സിനിമ ഇഷ്ടപ്പെടാത്ത ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ ആദ്യം ആ സിനിമ മറ്റേ ഫോണിലാണ് കണ്ടത്, ഒരു തിയേറ്റർ പ്രിന്റ് കണ്ടത്. അപ്പോൾ ഞാൻ ഫോണിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. ഞാനിട്ട് നേരെ ഞാൻ കാശ് മുടക്കി നേരെ പോയി കണ്ടു. അപ്പോഴാണ് എനിക്ക് ആ സിനിമയുടെ ഇമ്പാക്ട് ഇതായപ്പോഴാണ്. മറ്റേ സൗണ്ടും എല്ലാം കൊണ്ടും ഭയങ്കര സംഭവമായിരുന്നു. ഞാനും അത് തിയേറ്ററിലാണ് ഫസ്റ്റ് കാണുന്നത്. ഞാൻ ആദ്യം ഫോണിൽ ഇരുന്നാ കേട്ടോ, തിയേറ്റർ പ്രിന്റ് ഇച്ചിരി കണ്ടപ്പോൾ എനിക്ക് അതിന്റെ ഞങ്ങൾ അങ്ങനെ ഞാനും അത് എന്താണ് തിയേറ്ററിൽ പോയിരുന്നു കണ്ടത്. പക്ഷെ സത്യം പറയില്ല, എനിക്ക് തിയേറ്ററിൽ പോയി കണ്ടപ്പോഴും എനിക്ക് കണക്ട് ആയില്ല, സിനിമ കണക്ട് ആയില്ല എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ മേക്കിംഗ് വൈസ് അവർ നിറയെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു സ്റ്റോറിയുടെ ഒരു ഫ്ലോ ബേസിൽ എന്തോ സ്ലോ ആയിട്ടാണ് പോകുന്നത്. നമുക്ക് അതായത് അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞു. എനിക്കും അങ്ങനെയാണ്. കാരണം എല്ലാരും പെട്ടെന്ന് അടുത്തെന്തെന്ന് ഒരു ഇതിലായിരിക്കും പോകുന്നത്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഈ സിനിമയില് സ്ലോ ആയിട്ട് ഇങ്ങനെ കഥ പറഞ്ഞ് 2 മണിക്കൂറൊക്കെ കൊണ്ട് എത്തിച്ചപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ആൾക്കാർക്ക് അത് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് ആൾക്കാർക്ക്, അതായത് ഇപ്പോ ആദ്യം ആ ഒരു പ്ലോട്ട് ക്രിയേറ്റ് ചെയ്തതിന് തന്നെ അവർ നിറയെ ടൈം എടുത്താണ് ആ സ്റ്റോറി പറഞ്ഞത്. ഇവിടെ നടക്കുന്നു, ക്യാരക്ടർ എങ്ങനെയാണ്, അതൊക്കെ പറഞ്ഞ് ഇത്രയും ലാഗ് അടുപ്പിച്ച് വന്ന് അവസാനം കുറച്ച് പോർഷനിൽ മാത്രമേ എന്തേ ഉള്ളൂ ആ എന്താണ് മണ്ണിടിച്ചിലിന്റെ ആ ഒരു ഇത് കാണിക്കുന്നു. ഇത്രയും കുറച്ചായിട്ടേ കാണിക്കുന്നുള്ളൂ. അപ്പോഴത്തേക്ക് എന്താണ് ആൾക്കാർക്ക് അത് കണക്ട് ആയില്ല. പക്ഷെ അത് അല്ല, ആ സംഭവം മാത്രമല്ല, ഒന്നാമത്തെ പറഞ്ഞാൽ ആ സംഭവം ഒരു റിയൽ ലൈഫുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ സ്റ്റോറിയാണ്. പക്ഷേ ഈ സെയിം സ്ക്രിപ്റ്റ് തന്നെയാണ് മറ്റേ ലൂസിഫറിലുള്ളത്. അതുപോലെയല്ല, അതിൽ സ്ക്രിപ്റ്റ് ഇങ്ങനെയാണല്ലോ പോകുന്നത്, ഇച്ചിരി സ്ലോയിലല്ലേ പോകുന്നത്. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. അതായത് ആ പടം ഈ പടത്തിൽ സ്ക്രിപ്റ്റൊക്കെ സ്ലോയിലാണ് ഇച്ചിരി ഇത് പോകുന്നത്. പക്ഷെ ലൂസിഫർ കണ്ടപ്പോൾ എല്ലാവരും നല്ല ക്ഷമയായിട്ടിരുന്നത് ഫുള്ളിരുന്നതൊക്കെ കണ്ട്. ആ സെയിം സാധനം അപ്പുറത്തിറങ്ങിയപ്പോൾ ആർക്കും കാണാതെ അപ്പൊ കുഴപ്പം നമ്മുടെ ഓഡിയൻസിന് കുഴപ്പം തന്നെ. ഏത് അല്ല ഈ പടത്തിൽ ടോവിനോ ഉണ്ട്, പൃഥ്വിരാജ് ഉണ്ട്, പിന്നെ ലാലേട്ടനുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും സ്റ്റാറിന്റെ ഉള്ള ഇതായതുകൊണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ നോക്കി അടുത്തെന്താന്ന് വെച്ച് കണ്ടത്. പക്ഷെ ഈ പടത്തിൽ അങ്ങനെയല്ല, നല്ല സ്റ്റാർഡം ഉള്ള ഒരു കഥയായിട്ടാണ്. പക്ഷെ ആ സിനിമ സ്ലോ പേസിലാണ് പോകുന്നത്, പയ്യാണ് പോകുന്നത്. പക്ഷെ എന്നിരുന്നാലും അടുത്തെന്തെന്നൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു സാധനം, അതായത് ലാലേട്ടന്റെ ഓരോ സ്റ്റൈലിഷ് സ്വാഗ് ആയിരുന്നാലും ആ ഒരു എൻട്രീസ്, കാര്യങ്ങൾ, ഡയലോഗ് ഡെലിവറി, അതെല്ലാം കൊണ്ട് എന്താണ് ലൂസിഫർ സമ്പന്നമാണ്, നിറയെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത്രയ്ക്ക് എന്ത് ചെയ്തില്ല, ലാഗ് ഫീൽ ചെയ്തില്ല, ബോറടിപ്പിച്ചില്ല, പിടിച്ചിരുത്തിയ ആൾക്കാർ. അതുകൊണ്ടാണ് ലൂസിഫറിൽ. അത് മാത്രമല്ല, പിന്നെ നമ്മുടെ രാജേട്ടന്റെ ഡയറക്ഷൻ, ക്യാമറ,
സത്യം പറഞ്ഞ ടെക്നിക്കലി നിറയെ സംഭവങ്ങളുള്ള സിനിമകളാണ്. ഞാൻ ആ സിനിമയുടെ ഫാൻ ഷോയ്ക്ക് ഉണ്ടായിരുന്നു. ആ സിനിമയുടെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഞാൻ പ്ലസ് ടുവിൽ എക്സാം കഴിഞ്ഞ് നേരെ ഞാൻ പോയി. ഞാൻ ഈ പടത്തിന് പോകാൻ വേണ്ടിയാണ് ഞാൻ ശരിക്കും കയറിയത്. ഈ പടത്തിൻ്റെ ഓപ്പണിങ് സീൻ ഓർമ്മയുണ്ട്. അതായത് ഒരു പള്ളിയിൽ വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ട്രാക്കിംഗ് ഷോട്ട് ഉണ്ട്. ഇങ്ങനെ ആ ഷോട്ട് കണ്ടപ്പോഴായിരിക്കും മനസ്സിലായി ഇങ്ങനെ ഇച്ചിരി സംഭവം ഉണ്ടെന്ന് മനസ്സിലായി. ഒരു പൃഥ്വിരാജ് ആൾ ഇച്ചിരിയുടെ ഇതാണെന്ന് മനസ്സിലായി. പിന്നെ അങ്ങോട്ട് ബാക്കിയുള്ള സീനെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല, വേറെ ലെവലാണെന്ന് മനസ്സിലായി. അങ്ങനെ എന്താ പോവാൻ ഞാൻ പടത്തിന് വേണ്ടി കൈ ഓടിച്ചില്ല ഞാൻ വന്നത്. ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അതാണ് അതായത് പുതിയ മേക്കിംഗ് സ്റ്റൈൽ വന്നു. പൃഥ്വിരാജിന്റെ മേക്കിംഗ് സ്റ്റൈൽ എൻ്റയർലി ഡിഫറെന്റ് ആയിരുന്നു മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച്. ഷാജി കൈലാസ് ഒക്കെ ചെയ്തു വെച്ചിരുന്ന ഒരു സാധനം, അതിന്റെ ഒരു ടച്ച് വെച്ച്, പക്ഷെ ഡിഫറെന്റ് ആണ്. ഷാജി കൈലാസ് ചെയ്ത സാധനം അല്ല, പക്ഷെ ആ ഒരു ടച്ചും പ്ലസ് പുള്ളിയുടേതായ പുതിയൊരു മേക്കിംഗ് സ്റ്റൈല് പുള്ളി ക്രിയേറ്റ് ചെയ്തെടുത്തു. അതിൽ നിന്നാണ് ഇച്ചിരി റെഫറൻസ് ചെയ്തിട്ടുണ്ടല്ലോ മറ്റേ ഒളിമ്പിയൻ അന്തോണി ആ സിനിമയിൽ മറ്റേ സ്പടികൻ ജോർജിനെ ഇങ്ങനെ ചേർത്ത് ചെയ്തിട്ട് കാലിങ്ങനെ വെക്കുന്ന ആ റെഫറൻസ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റെഫറൻസ് ഒക്കെ ഓക്കെ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ടെക്നിക്കൽ സൈഡൊക്കെ കുറെ പുതിയ ഇതുവരെ കാണാത്ത ടൈപ്പുള്ള ഒരു മേക്കിംഗ് അങ്ങനത്തെ ഒരു സാധനങ്ങളില്ല. അതാണ് ലൂസിഫറിനെ മാറ്റുന്നത്. പിന്നെ അതിന്റെ സ്ക്രിപ്റ്റ് വെച്ച് ഡയലോഗ് ഡെലിവറി ലാലേട്ടന്റെ നിറയെ ഒരു ടൈമിന് ശേഷം കൊണ്ടുവന്ന ഒരു സൗണ്ട് ഒക്കെ ഭയങ്കര നിറയെ ആ ഒരു മാസിന്റെ ഒരു സാധനം ലാലേട്ടൻ നിറയെ ഒരു ടൈമിന് ശേഷം ചെയ്ത ഒരു സംഭവം. അപ്പോഴത്തേക്ക് നിറയെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടൊക്കെയാണ് ലൂസിഫർ പിടിച്ചിരുന്നത്. പക്ഷെ മലയും കുഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. അങ്ങനത്തെ ലോ പേസിൽ പോകുന്ന സാധനവും സ്ക്രിപ്റ്റ് പേസ് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കേണ്ട അടുത്തെന്തെന്ന് പറയേണ്ട സാധനങ്ങളില്ല. അങ്ങനത്തെ ഒരു ഡയലോഗ് ഡെലിവറി ഇല്ല. അതുകൊണ്ടാണ് ആ സിനിമ എന്ത് ചെയ്തത് കുറച്ചുകൂടെ പിന്നീട് ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനത്തെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എന്താണ് ഇപ്പോഴത്തെ സിനിമകളും കുറച്ച് ഇതാണ്. പക്ഷെ പണ്ടത്തെ കാലത്തെ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിന്റേജ് സാധനങ്ങളാണ്. അപ്പോഴത്തെ എന്ന് വെച്ചാൽ നിറയെ പേർക്ക് ഇഷ്ടപ്പെടും. ഫാമിലീസ്, മെയിന കുട്ടികള്, ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. വയലൻസ് കൂടുമ്പോഴത്തേക്ക് കുട്ടികളെ ഇനിയിപ്പോ ഒരു മാർക്കോ വരുന്നുണ്ട്. മാർക്കോ കുട്ടികളെ പാടില്ല രീതിയിലാണ് അത്രയ്ക്കുള്ള വയലൻസ് ചെയ്യാത്താണ് വരുന്നത്. സിനിമ ചെയ്യണതല്ല, പക്ഷെ നമുക്ക് ആൾക്കാരെ കൂടെ കാണിക്കണമല്ലോ. കാണിക്കണം തീർച്ചയായും. പക്ഷെ എന്താണ് നമ്മളൊരു ഫാമിലി ആയിട്ട് ഇപ്പൊ മാക്സിമം വീക്കെൻഡിൽ എല്ലാരും പ്ലാൻ ചെയ്യുന്നു. എല്ലാരും എന്താണ് ഫാമിലി ആയിട്ട് അച്ഛനും അമ്മയും കുട്ടികളും എല്ലാരും ചേർന്ന് ഒരു സിനിമയ്ക്ക് പോവാ, എല്ലാരും എൻജോയ് ചെയ്യാ, തിരിച്ചു വരിക. അങ്ങനത്തെ അങ്ങനത്തെ രീതിയിലായിരിക്കും എല്ലാരും പ്ലാൻ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സിനിമകളിൽ എന്താണ് ഇപ്പോഴും വരുന്ന നിറയെ സിനിമകളിൽ കുറവാണ്. 1-2 സിനിമകളൊക്കെ ആണ് നമുക്ക് കുട്ടികൾക്കും ചേർന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് വരുന്നു. വിരളമായി. അതായത് ഇപ്പൊ ഹലോ മമ്മിയൊക്കെ അത് കൊള്ളാന്ന് പറഞ്ഞു. പിന്നെ സൂക്ഷ്മദർശിനി അത് കൊള്ളാം, നൈസാണ്. പക്ഷെ ക്രൈം സ്റ്റോറിയാണ്. എന്നിരുന്നാലും എന്താണ് കണ്ടിരിക്കുക കുട്ടികൾ ആ കോമഡി ലെവലിൽ അങ്ങനത്തെ ഒരു സാധനമായിട്ടാണ് പോകുന്നത്. കോമഡീസ് കുറവാണ്, എന്നിരുന്നാലും എന്താണ് അങ്ങനത്തെ ഒരു സാധനമായിട്ടൊക്കെയാണ് പോകുന്നത്. സോ അങ്ങനത്തെ സിനിമകൾ കുറവാണ് ഇപ്പൊ. മാക്സിമം നിറയെ ട്രൈ ചെയ്യുന്നത് പുതുതായിട്ട്, അതായത് മാസ് ആക്ഷൻ സീക്വൻസിൽ എങ്ങനെ കൊണ്ടുവരാം അങ്ങനത്തെ സംഭവങ്ങൾ അതൊക്കെ നിറയെ ട്രൈ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് അത് അങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോഴത്തേക്കും ഫാമിലീസിന് വരുന്നത് കുറവായി. അപ്പോഴത്തേക്കും നിറയൊരു സിനിമ കാണാതാവും. അങ്ങനത്തെ ഒക്കെ നിറയെ ഒരു ഡീമെറിറ്റ്സ് തോന്നുന്നുണ്ട്. അപ്പോഴത്തെ അങ്ങനത്തെ പണ്ടത്തെ സിനിമകൾക്ക് അങ്ങനത്തെ ഒരു സംഭവം കുറവാണ്. കാരണം അപ്പോഴത്തെ സിനിമകളെന്ന് വെച്ചാൽ നിറയെ ഫാമിലി എന്റർടൈനേഴ്സും 1-2 ചിലപ്പോൾ വിരളമായിട്ട് എന്താണ് അങ്ങനത്തെ ആക്ഷൻ സിനിമകളൊക്കെ വരുന്നത്. അതുകൊണ്ട് ആക്ഷൻ സിനിമയുടെ മേളമാണ്. പിന്നെ ഇപ്പോഴും നിറയെ പിടിച്ചിരുത്തണമെങ്കിൽ എന്ത് വേണം? ഒരു സിനിമയിൽ ഒരു ആക്ഷൻ വേണം, പിന്നെ ഒരു റൊമാൻസ് വേണം, പിന്നെ എന്ത് വേണം? നല്ലൊരു സ്റ്റോറി, നല്ലൊരു സ്റ്റോറി വേണം. അങ്ങനത്തെ നിറയെ ചിലര് ഇല്ല സിനിമയ്ക്ക് വേണ്ടാത്ത സാധനങ്ങളും എന്ത് ചെയ്യും
തിരികെ കയറ്റും. അതുപോലെയാണ് മറ്റേ ഇന്ദ്രജിത്തിന്റെ ഒരു പഴയ പടം ഉണ്ടല്ലോ, ത്രീ കിങ്സ് എന്ന് പറഞ്ഞത്. ആ സിനിമയിൽ ലോജിക് എന്ന് പറയുന്ന സാധനമേ ഇല്ല. പക്ഷെ എന്നിരുന്നാലും എന്ത് ചെയ്തു, പക്ഷെ അന്ന് ഇറങ്ങിയപ്പോ പക്ഷെ ആരും വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇപ്പൊ എല്ലാവരും ഇരുന്നത് കാണുന്നുണ്ട്. റിപ്പീറ്റ് ഇപ്പൊ ഭയങ്കര അങ്ങനത്തെ ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ചെയ്ത് വെക്കുക അപ്പോഴത്തെ. പക്ഷെ അങ്ങനത്തെ എന്ന് വെച്ചാൽ എന്തെന്ന് പറയാം, ആ സിനിമക്കൊക്കെ എപ്പോഴും ഒരു വാല്യൂ ഉണ്ട്, റിപ്പീറ്റ് വാല്യൂ എപ്പോഴായിരുന്നാലും. ആ സിനിമയിൽ 18+ ആയിട്ടുള്ള ഒരു സാധനം ഒന്നുമില്ല. പക്ഷെ എന്താണ് എപ്പോഴും ആൾക്കാർക്ക് കാണാതിരുന്നു കഴിഞ്ഞാൽ ചിരിക്കാനുള്ളതും എന്റർടൈൻ ആവാനുള്ള സാധനങ്ങൾ എന്തായാലും ഉണ്ട്. അതാണ് ആ സിനിമകളെ ഒരു പ്ലസ് പോയിന്റ് ഇപ്പോഴും. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, അതുകൊണ്ട് തന്നെ എന്താണ് പുതിയ സിനിമകൾക്ക് അതിൻ്റെതായ പ്ലസ് പോയിന്റും ഉണ്ട്, അതിൻ്റെതായ നെഗറ്റീവും ഉണ്ട്. പഴയ സിനിമകൾക്കും ഉണ്ട്. എന്നിരുന്നാലും ഇപ്പോഴത്തെ സിനിമകൾ പഴയ സിനിമകളെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ സിനിമകൾ എന്താണ് കുറച്ച് ബാക്കിലാണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ സിനിമകൾ എന്ത് ചെയ്യുന്നുണ്ട്, സിനിമ നമ്മളെ ഇൻഡസ്ട്രീനെ മുകളിലോട്ട് നയിക്കുന്നുണ്ട്. എന്നിരുന്നാൽ അതിന് കാരണം നീ പറഞ്ഞ പോലെ നിറയെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു. അപ്പോഴത്തേക്കും പുതിയ സാധനങ്ങൾ വന്നു, പുതുതായിട്ട് എന്ത് ചെയ്യാമെന്നോ, അതൊക്കെ കൊണ്ട് തന്നെയാണ് സിനിമ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തേക്ക് എന്താ ഇപ്പോഴത്തെ ഈ ഒരു ടൈമിൽ സിനിമയ്ക്ക് മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. കാരണം പണ്ടത്തെ കാലത്തെന്ന് വെച്ചാൽ ഈ 100 കോടി ഇതൊക്കെ കേൾക്കുന്നത് എന്താണ്, മലയാള സിനിമയിൽ കുറവാണ്. ആദ്യമായിട്ട് അടിക്കുന്നത് തന്നെ പുലിമുരുകനാണ്. അതായത് ബാക്കിയുള്ള ഇൻഡസ്ട്രി ഒക്കെ 100 കോടി കാണാൻ തുടങ്ങിയത് പണ്ടേ കാണാൻ കൊല്ലങ്ങളായി. മലയാള സിനിമ 100 കോടി കാണാൻ തുടങ്ങുന്നത് ഇപ്പോഴൊക്കെയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സിനിമകൾ എന്ത് ചെയ്തു, പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോഴത്തേക്കാണ് മലയാള സിനിമയ്ക്ക് എന്ത് ചെയ്തത്, കയറാൻ തുടങ്ങിയത്. ഇൻഡസ്ട്രി ബേസിസിലും നിറയെ നോട്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങിയത് ഇപ്പോഴാണ്. അതുകൊണ്ട് തന്നെ പഴയ സിനിമകളായിരുന്നാലും പുതിയ സിനിമകളായിരുന്നാലും എപ്പോഴും അതിൻ്റെതായ ഒരു വാല്യൂ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്.